ഇന്ന് 23-ാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ട മാർക്കോ സിനിമ അടിപൊളിയായിട്ടാണ് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ ഷൈനകം പറഞ്ഞ ഒരു വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മുന്നോട്ട് പോകുന്നത്. മാർക്കോ ഞാൻ കണ്ടിട്ടില്ല, ഉണ്ണി മുകുന്ദനോട് വലിയ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനാണ് എല്ലാ മീഡിയാസും അത്തരത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ അതൊരു ഒറ്റ ചോദ്യമല്ലായിരുന്നു, അത് രണ്ട് ചോദ്യമായിരുന്നു. മാർക്കോ സിനിമ നിങ്ങൾ കണ്ടോ എന്ന് ആദ്യം അവതാരകൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എൻ്റെ സിനിമയുടെ തിരക്കുകൾ കാരണം എനിക്ക് ആ ഒരു സിനിമ കാണാൻ സാധിച്ചില്ല എന്ന് ഷൈൻ നിഗം പറഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചു, ഉണ്ണി മുകുന്ദനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതിന് ഷൈൻ നിഗം പറഞ്ഞ മറുപടി, വിളിക്കാൻ മാത്രം തമ്മിലുള്ള സൗഹൃദമോ അടുപ്പമോ ഞങ്ങൾ തമ്മിൽ ഇല്ല എന്നായിരുന്നു ഷൈൻ നിഗം പറഞ്ഞത്. ആ ഒരു രണ്ട് ഉത്തരമാണ് ഒറ്റ ഉത്തരമാക്കിയിട്ട് മീഡിയാസ് പ്രചരിപ്പിച്ചത്. മാർക്കോ കണ്ടിട്ടില്ല, ഉണ്ണി മുകുന്ദനുമായിട്ട് അത്ര താല്പര്യമില്ല എന്ന തരത്തിൽ മീഡിയാസ് പ്രചരിപ്പിച്ചു. മാർക്കോ എന്ന സിനിമയെ മോശമായി പറഞ്ഞു, ഉണ്ണി മുകുന്ദൻ എന്ന വ്യക്തിയെ മോശക്കാരനാക്കി ചിത്രീകരിച്ചു എന്ന രീതിയിലാണ് പല മീഡിയാസും ഇക്കാര്യം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മീഡിയാസ് അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ അത് മാത്രം കട്ട് ചെയ്തിട്ട് മീഡിയാസ് അവരുടെ റീച്ചിനും അറ്റൻഷനും വേണ്ടി പ്രചരിപ്പിക്കും. പല മീഡിയാസും ഇത്തരത്തിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഫേസ്ബുക്കിലെ ചില പേജുകൾ പോലും, ഇപ്പം എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു ഫേസ്ബുക്ക് പേജാണ് വിജയ മീഡിയ എന്ന് പറയുന്ന ഒരു പേജ്. അവർ എന്തെങ്കിലുമൊക്കെ അങ്ങ് പടച്ചു വിടും. ഇപ്പോൾ വിവാദമായ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ടായിരിക്കും അവരുടെ ചർച്ച. ഇപ്പോൾ ദിവ്യ ഉണ്ണിയുടെ ആ ഒരു വിഷയം വന്ന സമയത്ത് ദിവ്യ ഉണ്ണിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നായിരുന്നു അവരുടെ ഒരു പ്രധാന പോസ്റ്റ്. എന്താണോ അപ്പോഴത്തെ ട്രെൻഡിങ്, അവർക്ക് മാക്സിമം നെഗറ്റീവ് വാങ്ങിക്കൊടുക്കുന്ന രീതിയിലുള്ള പോസ്റ്റാണ് അവർ തയ്യാറാക്കൽ. വേറെ ചില മീഡിയാസ് ഉണ്ട്, നമ്മുടെ ആറാട്ടണ്ണനൊക്കെ വനിതാ വിനീത തിയേറ്ററിൽ വരുന്ന സമയത്ത് അവരെ രഹസ്യമായിട്ട് നിരീക്ഷിച്ച് ക്യാമറയിൽ ഷൂട്ട് ചെയ്യും. എന്നിട്ട് അവരെന്തെങ്കിലും കോപ്രായത്തരം കാണിക്കുന്നതല്ല മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് അവർ മാക്സിമം അറ്റൻഷൻ നേടിയെടുക്കും. ഇപ്പോൾ ആറാട്ടണ്ണനൊക്കെ ചിലപ്പോൾ മൂക്കിൽ വിരലിട്ടുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ട്, ചില മീഡിയ പ്രചരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ അവരറിയാതെ രഹസ്യമായി ഷൂട്ട് ചെയ്തിട്ട് ഇവരുടെ അറ്റൻഷന് വേണ്ടിയിട്ട് പ്രയോഗിക്കുന്നതാണ്. ഇത്തരത്തിൽ മീഡിയാസ് അവർക്ക് ഡെയിലി കണ്ടന്റ് വേണം. അപ്പോൾ അവർ അത്തരത്തിലുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം മീഡിയാസ് മാക്സിമം വളച്ചൊടിച്ച് പ്രചരിപ്പിക്കും. തെറ്റായ രീതിയിലുള്ള ഓരോ കണ്ടന്റുകളാണ് മീഡിയാസ് ഓരോ ദിവസവും പ്രേക്ഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, എന്താണോ സിമ്പതി, ആ ഒരു സിമ്പതി പിടിച്ചു പറ്റി മാക്സിമം അറ്റൻഷൻ പോസ്റ്റിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ രണ്ട് കുറുകിയ മനുഷ്യർ കല്യാണം കഴിച്ച ഒരു കുട്ടിയുടെയും ഒരു പെൺകുട്ടിയുടെയും ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അത് വെച്ചിട്ടായിരുന്നു ഇത്ര നാളും മീഡിയാസിൻ്റെ കളി. ഇവരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന ക്യാപ്ഷൻ. അപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന ലൈക്കും സപ്പോർട്ടും മാക്സിമം വിറ്റ് അറ്റൻഷൻ നേടുക എന്നതാണ് മീഡിയാസിൻ്റെ പ്രധാന സംഭവം. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുട്ടീനെയും ആ ഒരു പെൺകുട്ടീനെയും വെച്ചിട്ടുള്ള അറ്റൻഷൻ കാര്യങ്ങളെല്ലാം മീഡിയാസിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കണ്ട് പ്രേക്ഷകന് ചടച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വിവാദങ്ങളിലേക്കൊക്കെയാണ് മീഡിയാസ് നോട്ടമിട്ടിട്ടുള്ളത്. ഷൈനികവും ഉണ്ണി മുകുന്ദനും തമ്മിൽ മുമ്പ് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റർ എന്നുള്ളത് എനിക്ക് ഇങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. മാർക്കോ മൂവി തിയേറ്ററിൽ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു സിനിമക്ക് 100 CR കളക്ഷൻ ചൈന റിലീസ് ഇല്ലാതെ തന്നെ വേൾഡ് വൈഡിൽ നിന്നും ഈ ഒരു വീക്കെൻഡോട് കൂടെ തന്നെ നേടാൻ പറ്റുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. വലിയ സക്സസ്സിലേക്ക് ഈ ഒരു സിനിമ ചെന്നെത്തുന്നു. ചൈന വേർഷൻ കൂടെ റിലീസായി കഴിഞ്ഞാൽ വേറെ ലെവൽ കളക്ഷൻ ആ ഒരു സിനിമ അവിടെ നിന്നും നേടുമെന്നുള്ളത് തന്നെയാണ് പുതിയ വാർത്ത. കാരണം അവർക്കിഷ്ടമാവുന്ന രീതിയിലുള്ള ഫൈറ്റും വയലൻസും എല്ലാം നിറഞ്ഞ ഒരു മാസ് ആക്ഷൻ മൂവിയാണ് നമ്മുടെ മാർക്കോ. മഹാരാജ മൂവി അവിടെ റിലീസായ സമയത്ത് വലിയ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള ഒരു കളക്ഷൻ നമ്മുടെ മാർക്കോയും ചൈനയിൽ നേടുമെന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ വിജയം നേടാൻ മാർക്കോ എന്ന ചിത്രത്തിന് സാധിക്കട്ടെ. മാർക്കോ 2 വരുന്നുണ്ട്. അതിലേക്ക് പല വലിയ താരങ്ങളെയും കൊണ്ടുവരാനുള്ള പല ശ്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു. വില്ലനായിട്ട് ഒരു ഹെവി താരത്തെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. വിക്രം വരുമോ വരില്ലയോ എന്നുള്ള ചർച്ചയും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഫൈനലി ചിത്രം അനൗൺസ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് സിനിമയിൽ ആരൊക്കെയുണ്ട് എന്നുള്ള അപ്ഡേറ്റുകളെല്ലാം കിട്ടും. അതുവരെയും കാത്തിരിക്കാം. മാർക്കോ 1 വലിയ വിജയമായി തിയേറ്ററിൽ പോകുന്നു. മാർക്കോ 2 വേണ്ടി കാത്തിരിക്കുന്നു. ഓക്കെ, ബൈ.